ഇതൊന്ന് പണയം സജി കൊടുത്ത മോതിരം മുക്കുപണ്ടമാണെന്നറിയാതെ പണയം വയ്ക്കാൻ ഒരുങ്ങുന്ന രേവതി. ഇതൊന്ന് നോക്കി. എന്നെ തല്ലല്ലേ. പറയുന്നത് സത്യമായിരിക്കണം. പോലീസ് പിടിയിലായ രേവതി മോതിരം തന്നത് അർച്ചനയാണെന്ന് പറയുന്നു. ആരടി അർച്ചന? വല്യമ്മയുടെ മോള. അവൾ എവിടെ ഉണ്ട്? അർച്ചനയോട് സ്റ്റേഷനിൽ വരാൻ പോലീസ് ആവശ്യപ്പെടുന്നു. രാത്രി മഴ തുടരുന്നു. ഇറങ്ങ. നീ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. എന്റെ മോള് അവൾ എവിടെ സാറ്? ഇവിടെ കിടന്ന് നിലവിളിക്കരുത്, അങ്ങോട്ട് മാറിയിരിക്കും. ആ, രേവതി ഇതൊരു കുട്ടിയെ കൊണ്ടുവന്നില്ലേ? അവളുടെ അമ്മയും ചേച്ചിയും. അപ്പോ തട്ടിപ്പുകാരികളെല്ലാം എത്തിയല്ലേ? ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ കൊച്ചിനെ ഞാനൊന്ന് കണ്ടോട്ടെ. നിന്നോണം, അല്ലെ തൂക്കിയെടുത്ത് അകത്തിടും. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയില്ല. അവളെ ഒന്ന് കാണിച്ചതാ. നീയാണോ അർച്ചന? അതെ. ഓ, അപ്പൊ നീയാണല്ലേ ഇവരുടെ നേതാവ്? നിങ്ങൾ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഞങ്ങള് തട്ടിപ്പുകാരൊന്നുമല്ല. അവളെ പിടിച്ചത് എന്തിനാന്ന് ദയവ് ചെയ്തൊന്നും പറ. പണയം വെക്കാൻ മുക്കുവണ്ണം കൊടുത്ത് വിട്ടിട്ട് അഭിനയിക്കുന്നോടി. അടിച്ച് ഞാൻ പല്ലു ഒഴിക്കും. ഞങ്ങൾ അത്തരക്കാരല്ല. എന്റെ അനിയത്തി കള്ളിയുമല്ല. നിങ്ങൾ വേറെ ആരെയോ പിടിച്ചു വെച്ചിരിക്കുക. എനിക്ക് അവളെ ഒന്ന് കാണണം. മോളെ, മോളെ നീ ഒന്ന് എഴുന്നേറ്റേ. എന്താ പറ്റിയത്? നിന്നെ എന്തിനാ പോലീസ് പിടിച്ചോണ്ട് വന്നേ? അതിന് നീ ചെയ്ത തെറ്റെന്താ? നീ മുക്കുവണ്ട പണയം വെക്കാനാണോ പോയത്? പറ, അവര് പറഞ്ഞതൊക്കെ സത്യാണോ? പറയാൻ. അതെ, എന്റെ കയ്യില് ഒരു മോതിരം ഉണ്ടായിരുന്നു. അത് സ്വർണ്ണമാണെന്ന് ഞാൻ കരുതി. എന്നെ രക്ഷിക്കാൻ നിനക്കേ കഴിയൂ. ആ മോതിരം എനിക്ക് തന്നത് നീയാണെന്ന് ഞാൻ പറഞ്ഞുപോയി. എസ് ഐ ചോദിക്കും. അതിനാ നിന്നെ വിളിപ്പിച്ചത്. നീ അത് ഏൽക്കണം. അയ്യോ രേവതി, നീ എന്താ ഈ പറയുന്നത്? ഞാനെങ്ങനെ കുറ്റമേക്കാനാ? നീ ഏറ്റില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. നീ എന്നെ ചതിച്ചെന്ന് കത്തെഴുതി വെച്ചിട്ട് ഞാൻ മരിക്കും. ഇപ്പോ ബോധ്യം വന്നില്ലേടി? പുറത്തേ നീക്ക്, കടന്നു കളയരുത്. SI സാർ ഇപ്പൊ വരും. മോളെ, അത് രേവതി തന്നെയാണോ? അതെ കുഞ്ഞമ്മേ. എന്റെ ഈശ്വര, അപ്പൊ കേട്ടതൊക്കെ സത്യം തന്നെയാണോ മോളെ? എല്ലാം സത്യ കുഞ്ഞമ്മേ. ഇനി നമ്മൾ എന്തിനു ജീവിച്ചിരിക്കണം മോളെ? SI അകറി പോയെ. നീ അകത്തോട്ടൊന്ന് കയറി വാടി. തള്ള വരണ്ട, വിളിക്കുമ്പോ വന്നാ മതി. വാ. പിള്ളേരുടെ അച്ഛനെ ഫോണ് കിട്ടിയ ആശാനെ? ഇതുവരെയും കിട്ടിയില്ല. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും. ഒന്നുകൂടി നോക്കിയേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ ദൈവമേ, എനിക്ക് ആരും തുണയില്ലേ. ആളെ പറ്റിക്കാൻ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുവാണോടി? എന്താടി നിന്റെ പേര്? അർച്ചന. എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? പറയടി. ഏത് നാട്ടിനടി നീയൊക്കെ ഇങ്ങോട്ട് വന്നത്? തിരുവനന്തപുരത്തുനിന്ന്. അവിടെ എത്ര വയസ്സുണ്ട്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. തെറ്റ് കഴിഞ്ഞിട്ടാണോടി മുക്കുപണ്ടം ബാങ്കിൽ വെച്ച് കാശ് കെട്ടാൻ നോക്കിയത്? ഇങ്ങനെയൊന്നും ചോദിച്ചോ ഇവളുമാര് സത്യം പറയില്ല സാറേ. നീ ഈ മോതിരം കണ്ടിട്ടുണ്ടോ?
പറയടി, നീയാണോ ഇവക്കിത് കൊടുത്തത്? അതെ. ഇത് മുക്കുപണ്ടമാണെന്ന് നിനക്കറിയാമോ? അറിയാം. മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാ പണയം വെക്കാൻ നീ ഇതിവിടെ കൊടുത്തു വിട്ടത്, അല്ലേടി? പണയം വെക്കാൻ കൊടുത്തതല്ല സർ. ഇവള് പണയം വെക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. കള്ളം പറയുന്നോടി. അല്ല, കുറേ നാളിന് മുൻപ് ഞാൻ ഇവൾക്ക് കൊടുത്തതാ. സ്വർണ്ണമാണെന്ന് കരുതി ഇവൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ സർ. മാപ്പാക്കണം. പണയം വെക്കാൻ ഇവള് നിന്നെ ഏൽപ്പിച്ചതല്ലേടി? കള്ളം പറഞ്ഞ ആരും രക്ഷപ്പെടില്ല. അതെ സർ. എന്റെ തയ്യൽ മെഷീൻ ഒടിഞ്ഞപ്പോ പുതിയത് വാങ്ങാനായി മോതിരം വെക്കാൻ ഇവളെ എന്നോട് പറഞ്ഞത്. പണയം വെച്ചാൽ മതിയെന്ന് ഞാൻ കരുതി. കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാന്ന് കരുതിയാ പണയം വെക്കാൻ പോയത്. എന്നെ ചതിച്ചതാ സാറേ ഇവള്. എന്നെ നാണം കെടുത്താനാ ഇവള് ശ്രമിച്ചത്. എനിക്കിനി മരിച്ചു കളഞ്ഞാ മതി. നീ നല്ല മുതലാണല്ലോടി. എന്റെ ഭാവി നശിപ്പിക്കാനാ സാറേ ഇവളിത് ചെയ്തത്. ഞാൻ ജീവിക്കുന്നത് കാണുന്നതിലുള്ള അസൂയ ഇവക്ക്. ഇവള് നിന്റെ ആരാന്നാ പറഞ്ഞത്? വല്യമ്മയുടെ മോള. ഇവൾക്ക് ആരുമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെയാ. ഇവൾക്കെന്തിനാ നിന്നോട് അസൂയ തോന്നുന്നത്? ഇവള് കാരണോ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്. ഇവള് ഒരുത്തന്റെ കൂടെ പോയി പിഴച്ചിട്ട് വന്നേക്കുവാ. മാനോ മര്യാദയായിട്ടാ ഞാൻ ജീവിക്കുന്നത്. എന്റെ പേര് ചീത്തയാക്കണോ ഇവൾക്ക്. പക്ഷെ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുന്നു ഞാൻ കരുതിയില്ല. എന്നെ വെറുതെ വിടണേ സാറേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ ചതിയിൽ പെട്ടുപോയതാ. പഞ്ചപാവത്തെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ? ഇവള് പറഞ്ഞൊക്കെ സത്യമാണോടി? പറയടി. നീ ആള് കൊള്ളാമല്ലോടി. എന്റെ പേരിൽ കേസ് എടുക്കല്ലേ സാറേ. എങ്കിൽ ഞാൻ സത്യമായിട്ടും കെട്ടി തൂങ്ങി ചാവും. ഇവളുടെ പേരിൽ കേസ് എടുക്കും സാറേ. ഈ സത്യമൊക്കെ എവിടെ വേണേലും ഞാൻ വന്ന് പറയാം. സർ, ഇവരുടെ തള്ളയാ. എന്റെ ഭർത്താവാ സാറേ. സാറൊന്ന് സംസാരിക്കണം. എന്നോട് സംസാരിക്കാൻ അവൻ ആരടി? SP വിശ്വനാഥൻ സാറിന്റെ വീട്ടിലെ ഡ്രൈവറാ. സാറൊന്ന് സംസാരിക്കണം. അയാൾ ആരാന്നാ പറഞ്ഞേ? SP സാറിന്റെ വീട്ടിലെ ഡ്രൈവറാ. സാറിന്റെ ഫോൺ തരാൻ പറഞ്ഞു. നീ ആരടാ? രാജപ്പൻ എന്നാ സാറേ എൻ്റെ പേര്. SP വിശ്വനാഥൻ സാറിൻ്റെ വീട്ടിലെ ഡ്രൈവറാ. സാറേ, എൻ്റെ മോൾക്കൊരു അബദ്ധം പറ്റി പോയതാ. സാർ ഉപദ്രവിക്കരുത്, രക്ഷിക്കണം. നീ ആരാന്ന് എനിക്കെങ്ങനെ അറിയാമടാ? റോസ്മലയിലാണ് സാറേ ഞാൻ താമസിക്കുന്നത്. അപ്പൊ നീയാണല്ലേ ലോറി ഡ്രൈവർ രാജപ്പൻ? അതെ സാറേ. പിന്നെ എങ്ങനെയാ നീ SP വീട്ടിലെ ഡ്രൈവറായത്? ആ പണിയും ചെയ്തിട്ടുണ്ട്. സാറിന് സംശയമാണെങ്കിൽ ഞാൻ വിശ്വനാഥൻ സാറിനെ കൂടെ വിളിപ്പിക്കാം. സാറേ, എൻ്റെ കൊച്ചിൻ്റെ ഭാവിയാ. നീ വെച്ചോ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ച് എല്ലാത്തിനും പറഞ്ഞു. ശരി സാർ. ദാ, നീ ഒന്ന് നിന്നേ. നിനക്ക് എന്താടി പണി? ജോലിയില്ല. എനിക്ക് പണി ഉണ്ടാക്കരുത്. പോ. എന്തായാലും അവൾ ഈ പണി കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല മൊത്തായി. അതെ അതെ. ആ, രായപ്പന്റെ ഇളയ മോള്. എന്താ അത് അവിടെ ആരും ഇല്ല മോളെ. എവിടെ പോയതാ? അത് മോളെ, എന്താ അവരൊക്കെ എവിടെ പോയി? മോള് പരിഭ്രമിക്കാവൊന്നുമില്ല. അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്താ സുഗന്ധി ചേച്ചി, നിങ്ങൾ കാര്യം എന്താന്ന് പറ. അതെ, രേവതിയെ പോലീസ് പിടിച്ചു. അയ്യോ, നീ കൊച്ചിനെ പേടിപ്പിക്കാൻ സുഗന്ധി. ഒന്നുമില്ല മോളെ, അവളേതോ മോതിരം പണയം വയ്ക്കാൻ പോയതാ. അത് സ്വർണ്ണമല്ലെന്ന് പറഞ്ഞ് ബാങ്കുകാർ വിളിച്ച് പോലീസ് ഏൽപ്പിച്ചു. സത്യം അറിഞ്ഞപ്പോ പോലീസുകാർ വെറുതെ വിട്ടു. ഇപ്പൊ ഇങ്ങെത്തും.
ദേ അവരിങ്ങ് എത്തിയല്ലോ. ശരി, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ആശാന. എന്ത് പ്രശ്നം? രാജപ്പൻ വിളിച്ചപ്പോ പോലീസ് വിട്ടയച്ചില്ലേ? നിനക്ക് എന്തു പറ്റി രേവതി? പറ്റിയതല്ല, പറ്റിച്ചതാ ചേച്ചി. ദേ ഇവള്. ആ മോതിരം സ്വർണ്ണം പറഞ്ഞ് തന്നത് ദേ ഇവളാ. സ്വർണ്ണമാണെന്ന് കരുതി അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ പണയം വെക്കാൻ പോയപ്പോഴല്ലേ ഇവളെന്നെ ചതിച്ചതാന്ന് മനസ്സിലായത്. ഞാൻ എല്ലാം പോലീസിനോട് പറഞ്ഞു. അതിനാ ഇവളെ അങ്ങോട്ട് വിളിപ്പിച്ചത്. പോലീസ് ചോദിച്ചപ്പോ ഇവള് കുറ്റമേറ്റു. എന്നാലും അർച്ചനെ, നീ ഇവളോടിങ്ങനെ കൊലച്ചതി ചെയ്യണ്ടായിരുന്നു. കെട്ടുപ്രായം തികഞ്ഞൊരു പെണ്ണാണെന്ന ചിന്ത പോലും നിനക്കില്ലാതെ പോയല്ലോ. ആ ചിന്ത ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി ഇവളിത് ചെയ്തത്. ഒളിച്ചോടിപ്പോയി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടതല്ലേ ഇവള്. എന്നെ കൂടി നാണം കെടുത്താനാ ഇവളിത് ചെയ്തത്. എസ്ഐയോട് ഇവളത് ഏറ്റു പറഞ്ഞു. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. ഇങ്ങനെ ഒരുത്തിയ ശ്യാമള എങ്ങനെയാ കൂടെ പൊറപ്പിക്കുന്നേ? അച്ഛനിങ്ങി വരട്ടെ, അവളുടെ ഇവിടത്തെ താമസം ഇതോടെ തീരും. എങ്കിലും ഇതൊരു ഭയങ്കര സംഭവമായി പോയി. ഞാൻ ഇനി ചത്തു കളഞ്ഞാ പോരെ. ഒരു കുറ്റവും ചെയ്യാത്ത നീ എന്തിനാ മോളെ ചാവാൻ പോകുന്നേ? രായപ്പൻ വന്ന ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, അത് ഉറപ്പാ. ഇനിയിപ്പോ നമ്മളെന്തിനാ അവിടെ നിൽക്കുന്നേ? രായപ്പൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ. നമുക്ക് പോവാം. നമുക്ക് പോവാം, വാ. ആ പഴി അച്ചുവെച്ച് ഏറ്റെടുത്തല്ലേ? കാര്യം കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. എവിടുന്നോ കിട്ടിയ ഇമിറ്റേഷൻ ഗോൾഡ് രേവതി പണയം വെക്കാൻ നോക്കി. പോലീസ് പിടിച്ചപ്പോ അച്ചുവെച്ചിട്ട് തലേ കെട്ടിവെച്ചു. അതല്ലേ സത്യം? അതങ്ങനെ തന്നെ ഇരിക്കട്ടെ മോളെ. ഇല്ല, ഞാൻ അതിന് കൂട്ടി നിൽക്കുമെന്ന് അച്ചുവെച്ചി കരുതണ്ട. പുറത്ത് നിൽക്കുന്നവരോട് ചെന്ന് വിളിച്ച് പറയാൻ പോവാ. അങ്ങനെ ഇപ്പൊ എന്റെ അച്ചുവെച്ചി എല്ലാരും കൂടെ കള്ളിയാക്കണ്ട മോളെ. വേണ്ട, നീ ഒന്നും പറയണ്ട. എന്നെ വീട് അച്ചുവെച്ചി. നീ ഇതാരോടും പറയരുത്. നിന്റെ അച്ചുവെച്ചിയായി പറയുന്നത്. അച്ചുവെച്ചി, ഞാൻ ആ കുറ്റം ഏറ്റെടുത്തതിന് കാരണമുണ്ട്. രേവതിക്കൊരു ഭാവിയുണ്ട്. അവളെ വിവാഹം കഴിച്ചുകൊണ്ട് പോവാൻ നാളെ ഒരു പയ്യൻ ഈ വീട്ടിലേക്ക് വരാനുള്ളതാ. ഇങ്ങനൊരു പേരുദോഷം കേട്ടാ ആരെങ്കിലും വരുമോ? പിന്നെ അവൾക്കൊരു ജീവിതം കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? എനിക്കിനി നോക്കാൻ എന്താ ഉള്ളത്? ഈ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു ഒളിച്ചോട്ടക്കാരിയായില്ലേ? ഇപ്പൊ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും നാട്ടുകാർ വിശ്വസിക്കും. അവരങ്ങനെ തന്നെ വിശ്വസിക്കണം. ഞാനിവിടെ നിന്ന് പോകണ്ടവിടാ. അതുപോലെയല്ല നിങ്ങൾ രണ്ടാളും. എനിക്കുണ്ടായ പേരുദോഷം കൊണ്ട് ഭാവിയിൽ നിങ്ങൾക്കൊരു ദോഷവും വരില്ല. ഇപ്പൊ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് രേവതിക്കുണ്ടാവും. എനിക്കത് മതി. അച്ചുവെച്ചി അത് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടായിരുന്നെങ്കിൽ അവള് നാട്ടുകാരോട് ഒരു ഒളിപ്പില്ലാതെ നിന്ന് പ്രസംഗിക്കൂ. അവൾക്ക് പിടിച്ചു നിൽക്കണ്ടേ? സാവകാശം അവള് ചിന്തിച്ചു തുടങ്ങും. ഉപദേശത്തേക്കാൾ പ്രവൃത്തിയിലൂടെ വേണം പാഠം പഠിക്കാൻ. അവള് പഠിച്ചത് തന്നെ. നീ ഈ വിവരം ചിറ്റപ്പനോടോ കുഞ്ഞമ്മയോടോ പറയരുത്. പറഞ്ഞ രേവതിയുടെ ദേഷ്യം കൂടുകയുള്ളൂ. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കാനുള്ള മനസ്സും അവൾക്കില്ലാതാവും. എന്റെ ഇപ്പോഴത്തെ പേടി അവൾക്ക് ആ മോതിരം ആര് കൊടുത്തു എന്നുള്ളതിലാ. സ്വർണ്ണമാണെന്നുള്ള വിശ്വാസം ഉണ്ടായിട്ടല്ലേ അവളത് പണയം വെക്കാൻ പോയത്. അതവള് പറയുന്ന ആരും കരുതണ്ട. ചേച്ചി കള്ളിയായത് മാത്രം മിച്ചം. അച്ഛാ, ഞങ്ങളിങ്ങി എത്തി. നിന്നെ അവർ ഉപദ്രവിച്ചോ മോളെ? അതിനു മുമ്പേ ഞാൻ സത്യം പറഞ്ഞു. ആ, നീ കാണിച്ചത് മണ്ടത്തരമായി പോയി. അവളുടെ കയ്യിൽ സ്വർണ്ണമോതിരമൊന്നുമില്ല നിനക്കറിഞ്ഞൂടെ? കണ്ട സ്വർണ്ണമാണെന്നേ പറയൂ അച്ഛാ. അച്ഛൻ വരുമ്പോ പൈസ ഏൽപ്പിച്ച് തയ്യൽ മെഷീൻ വാങ്ങാന്ന് ഞാൻ കരുതി. ഞാൻ അങ്ങോട്ട് വരട്ടടി മോളെ. എന്റെ മോളുടെ മാനം കെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഈ നാട്ടിൽ ഇനി അറിയാൻ ആരുമില്ല അച്ഛ. ചത്തു കളയാനാ തോന്നുന്നത്.
നീ അവിവേകം ഒന്ന് കാണിച്ചേക്കല്ലേ മോളെ. ഞാൻ എങ്ങനെ സഹിക്കു വെച്ച അച്ഛന്റെ മോള് മോശക്കാരിയായില്ലേ? എനിക്ക് എന്റെ മാനം പോയതിലല്ല വിഷമം, അച്ഛനെ നാണം കെടുത്തിയതിലാ സങ്കടം. മോൾ സമാധാനപ്പെടും. അച്ഛനൊന്ന് വന്നോട്ടെ. നാട്ടുകാരെ വിളിച്ചു കൂട്ടി എന്റെ മോൾക്ക് വന്ന അവമാനം ഞാൻ മാറ്റിയാ പോരെ? അവൾക്ക് വച്ചിട്ടുണ്ട് ഞാൻ. അത് വേണോ അച്ഛ? എല്ലാവരുടെ മുന്നിലും വെച്ച് അവളെ കൊണ്ട് അച്ഛൻ സത്യം പറയിപ്പിക്കണം. ആ, അത് തന്നെയാടി എന്റെ മനസ്സിലും. ആ പിന്നെ അച്ഛ, ആദ്യം ആ SI ഭയങ്കര ചൂടനായിരുന്നു. അച്ഛൻ SP-യുടെ ഡ്രൈവറാന്ന് കേട്ടപ്പോ പൂച്ചയെ പോലെ പതുങ്ങി. പിന്നെ അങ്ങേരൊന്ന് വരണ്ടു. അച്ഛനെ ഞാൻ സമ്മതിച്ചു. അച്ഛന്റെ വില ഇന്നാ എനിക്ക് ശരിക്കും മനസ്സിലായത്. അച്ഛൻ പെട്ടെന്ന് വരൂ. ശരി മോളെ. അമ്മ എന്തിനാ എന്നെ തല്ലിയത്? എന്തിനെന്ന് നിനക്കറിയില്ലേടി? ആ പാവം പെണ്ണിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെട്ടേന്. മോതിര അർച്ചന തന്നാന്ന് നീ എന്നോട് പറഞ്ഞു. ഇനിയും എന്റെ കൈയുടെ ചൂട് നീ അറിയും. അത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ? ആരാടി നിനക്കത് തന്നത്? സ്വർണ്ണമാണെന്ന് വിശ്വസിപ്പിച്ച് ആരാ നിനക്കത് തന്നെന്ന? പറയാതെ നിന്നെ ഞാൻ വിടില്ല. പറയടേ. ഞാൻ പറയാം. എന്നാ പറ. എനിക്കത് വഴിന്ന് കളഞ്ഞു പിന്നെ കിട്ടിയത്. നീ കള്ളം പറയുന്നോടി. ഞാൻ സത്യം അമ്മേ പറയുന്നേ. എനിക്കത് സ്വർണ്ണമാണെന്ന് തോന്നി. പിന്നെ നീ എന്താ പോലീസിനോടത് പറയാതിരുന്നേ? എന്തിനാ നീ അർച്ചനയുടെ പേര് പറഞ്ഞേ? കളഞ്ഞു കിട്ടിയതാന്ന് പറഞ്ഞാ പോലീസ് വിശ്വസിക്കില്ല. പിന്നെയും ചോദ്യങ്ങൾ വരും. അത് പേടിച്ച് ഞാൻ പെട്ടെന്ന് അവളുടെ പേര് പറഞ്ഞു പോയതാ. അവള് തന്നതാണെന്നേ അച്ഛനും അറിയാവൂ. ഇനിയിപ്പോ അച്ഛനോട് മാറ്റി പറഞ്ഞ് കള്ളിയാവാനൊന്നും എനിക്ക് പറ്റില്ല. അർച്ചന തന്നതാണെന്ന് നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിലേ മാനം പോകുന്നത് അമ്മയുടെ മോക്ക. പിന്നെ നാണം കെട്ട് ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അമ്മ അത് ഓർത്താ നന്ന്. ആഹാ, ഗീത സ്കൂളിലേക്കുള്ള വഴിയാവും അല്ലേ? വൈകിട്ട് വരാന്ന് വെച്ച നടക്കില്ല ജയന്തി. നിരഞ്ജന കോടതി പോയി തുടങ്ങിയോ? ഇല്ല, രാവും പകലും അവന്റെ കൂടെയാ. അവളുടെ ആ മനസ്സല്ലേ ഗീത വലുത്. ജയന്തി പറയുന്നത് ശരിയാ. എല്ലാം ഭാഗ്യമെന്ന് കരുതി ദൈവത്തിനോട് നന്ദി പറയുമ്പോഴും ചില കാര്യങ്ങൾ ഇപ്പോഴും വിടാതെ വേട്ടയാടുന്നില്ലേ ഗീതേ? ഇപ്പോഴീ ഭീഷണികളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അർച്ചനയുടെ വിവാഹം അന്ന് നടന്നു കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അത് നടന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും ജയന്തി? അവളുടെ വിധി അങ്ങനെയായിപ്പോയി. ആന്റി സുഖായോ മോനെ? സുഖമായിട്ട് വരുന്നു ആന്റി. കിടന്ന് മടുത്തു അല്ലേ മോനെ? അനുഭവിച്ചല്ലേ പറ്റൂ ആന്റി. അല്ല, ഇന്ന് ശബരി ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. രാവിലെ വീട്ടിൽ നിന്ന് പോയതാ. ആ SI ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അവന് കിട്ടൂ ആന്റി. ആ മോളിവിടെ ഉണ്ടായിരുന്നോ? എവിടെയാന്ന് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. ആന്റി എപ്പോഴാ വന്നേ? ഞാൻ വന്നതേ ഉള്ളൂ മോളെ. എനിക്കിന്ന് പുറത്തു പോണം. ഞാൻ റെഡി ആവട്ടെ. ശരി മോളെ. ആന്റി ഇവിടെ ഇരിക്കേ. ഇവളെപ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലേ? അതവളുടെ കടമയല്ലേ? അതും ശരിയാ. എല്ലാരോടും എന്നെ ചതിച്ചു. നിരഞ്ജനെ, എന്താ ഇങ്ങനെ? ഇതൊരു പബ്ലിക് പ്ലേസാ. നിങ്ങൾ എല്ലാരും കൂടി എന്നെ തോപ്പിച്ചില്ലേ? എങ്കിലും ഫൈസ എന്നോട് ചതിയെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും എന്റെ മനസ്സറിഞ്ഞു വെച്ച് ഫൈസക്ക് എന്നോട് ഇത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അർച്ചനയുടെ കല്യാണം കഴിഞ്ഞെന്ന് അന്വേഷിച്ചവരൊക്കെ പറഞ്ഞു. ഫൈസ അത് വിശ്വസിച്ചു. അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൈ ഒഴിയാൻ പറ്റില്ല. നിങ്ങളൊക്കെ തകർത്ത് കളഞ്ഞത് എന്റെ ജീവിതമാ, എന്റെ സമാധാനമാ. ആരെങ്കിലും പറഞ്ഞത് കേട്ട് വരാനാണോ ഫൈസി ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചത്? എന്നോട് ഒട്ടും ആത്മാർത്ഥത ഫൈസി കാണിച്ചില്ല. അതിന് മാത്രം ഞാൻ നിങ്ങൾക്ക് ആരുമല്ലല്ലോ. നിരഞ്ജനെ, നീ ഇങ്ങനെ ഹൃദയത്തെ തെറിക്കുന്ന വാക്കുകൾ പറയരുത്. ഞങ്ങള് നിന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട.
ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതായിരുന്നു ഞാൻ. എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരുവാ. ഇനി എന്റെ ജീവിതത്തിന് എന്തർത്ഥമാ ഉള്ളേ? സുധി ഇപ്പോഴും മനസ്സിൽ താലോലിച്ച് കഴിയുന്ന കാമുകി അവിവാഹിതയായി കഴിയുന്നു. എനിക്കിത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? മനസ്സുകൊണ്ടുപോലും സുധി എന്നെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല. ചെയ്യാവുന്നതിനപ്പുറം ഞാൻ ചെയ്തില്ലേ? അവഗണന മാത്രം കിട്ടിയിട്ടും ഞാനത് ചെയ്തത് മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാ. സുധി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പെണ്ണിന്റെ വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. എന്നായാലും സുധി എന്റെ സ്നേഹം തിരിച്ചറിയുന്നുള്ള പ്രതീക്ഷയായിരുന്നു എനിക്ക്. ഇനി ആ പ്രതീക്ഷ എനിക്കില്ല. സുധിയുടെ ജീവിതത്തെ ഒരു അധികം പറ്റായി തോന്നിയ ആ നിമിഷം ഞാൻ വിട്ടുപോകുന്ന തീരുമാനിച്ചതാ. ഇപ്പൊ ഞാൻ അധികം പറ്റല്ലാതെ മറ്റെന്താ? ഇനി എന്ത് പറഞ്ഞ് ഞാൻ സമാധാനിക്കും? നീ എനിക്കൊന്ന് പറഞ്ഞതാ. നിനക്കിതിന് മറുപടി ഇല്ലാന്ന് എനിക്കറിയാം. എന്റെ ചോദ്യത്തിന് ആർക്കും മറുപടി ഉണ്ടാവില്ല. എനിക്ക് ഉടനെ ഫൈസി ഒന്ന് കാണണം. ഫൈസി വന്നിട്ടുണ്ട്. എന്നെ വന്നൊന്ന് കാണാൻ പറ. എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അവനെന്നെ ചതിച്ചതാ. നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നെ ചോദ്യം ചെയ്യാനാണോ? നിന്നെ ചോദ്യം ചെയ്യാൻ എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? അതറിയാലോ. നീ ആ കുറ്റം ഏറ്റെടുത്തെന്ന് കരുതി എന്നെ ഭരിക്കാനൊന്നും വരണ്ട. പോലീസുകാരുടെ തല്ലു കുറെ കൊണ്ടപ്പോഴാ ഞാൻ നിന്റെ പേര് പറഞ്ഞത്. ഞാൻ ആ കുറ്റം ഏറ്റെടുത്തത് എന്തിനാണെന്ന് കൂടി നീ ആലോചിക്കണം. നിനക്കൊരു പേരുദോഷം വരാതിരിക്കാൻ. നിനക്ക് ആ മോതിരം തന്നത് ഞാനല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ നീ എന്ത് ചെയ്തേനെ? ഓ, അത് വെച്ച് നീ കേമത്തിയാവാൻ നോക്കുകയാണല്ലേ? നീ അത് ഏൽക്കാതിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നല്ലേ നിനക്കറിയേണ്ടത്. ഞാനത് നിന്നോട് അവിടെ വച്ച് തന്നെ പറഞ്ഞതാ. എന്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് ഞാൻ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തേനെ. പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ കുറ്റമേറ്റത് വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട. ഞങ്ങളുടെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയവളാ നീ. ഈ നാട്ടിലും നീ ഞങ്ങളെ നാണം കെട്ടി. നിന്നെ സംബന്ധിച്ച് ഇതൊരു പേരുദോഷമൊന്നും അല്ലല്ലോ. എനിക്കതറിയാം. പക്ഷേ ഞാനത് ചെയ്തത് നീ മരിച്ചു കളയുമെന്ന് ഭയന്നിട്ടൊന്നുമല്ല. നീ മരിക്കാനൊന്നും തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. മോതിരം കളഞ്ഞു കിട്ടിയതാണെന്ന് നീ പറഞ്ഞത് കുഞ്ഞമ്മ വിശ്വസിച്ചിട്ടുണ്ട്. എനിക്കെന്റെ വീട്ടുകാർ മാത്രം വിശ്വസിച്ചാ മതി. നീ വിശ്വസിക്കണ്ട.